ഞാനൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിന്റെ ഇടയ്ക്ക് കയറി ഒരുമാതിരി അനാവശ്യമായിട്ടുള്ള ഡയലോഗ് പറയുന്നത് എന്താ അപ്പു ഇതൊക്കെ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഈ സമൂഹത്തിനൊരു നാണക്കേടാണ്. നിങ്ങളൊരു ആങ്കർ അല്ലേ? നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ അങ്ങനെയാണ്. ഈ പറയുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളെ ഇറങ്ങുമ്പോൾ കയറി അടിക്കും. ഇതുപോലുള്ള ഒരു ചോദ്യങ്ങളുണ്ടല്ലോ ശാരിക, ഇതുപോലുള്ള റെസ്പെക്ട് ഇല്ലാതെ ഞാൻ എന്തോ വലിയ സംഭവമാണ്, തൊട്ടടുത്തിരിക്കുന്നവൻ എന്നെക്കാട്ടിയും എന്തോ ഒരു വില കുറഞ്ഞ ആളാണെന്ന രീതിയിലുള്ള ശാരികയുടെ ഈ ചേഷ്ടകളുണ്ടല്ലോ. ഇപ്പം ഏത് സ്ത്രീകളാണ് ഭർത്താവിന്റെ അണ്ടർവെയറിലൊക്കെ? അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് 30% ആണുങ്ങളെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. പുരുഷന്റെ സാമ്പത്തിക ചൂഷണം മാത്രം ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പുരുഷൻ എന്നിട്ട് അവരെ ഒന്നും ചൂഷണം ചെയ്യുന്നില്ലേ? പുരുഷനെ പ്രതിമയായിട്ട് ബുദ്ധപ്രതിമയായിട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണോ വീട്ടില്? അത് അരകണ്ടായിട്ടുള്ള പുരുഷന്മാര്, പുരുഷ സമൂഹം, പുരുഷ കേന്ദ്രീയ സമൂഹമാണ് ഇതിനെ എല്ലാ സ്ത്രീകളെ എന്നും ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തനിയെ ഫൈറ്റ് ചെയ്ത് കയറുവാണ്. ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയില്ല. ഞാൻ താമസിക്കുന്നത് ഇവൻ ഭാര്യയായാലും കാമുകിയായാലും സ്ത്രീയാണോ എന്നും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പുരുഷനെ ആരും ചൂഷണം ചെയ്യാറില്ല. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പെൺകുഞ്ഞുങ്ങളെ കിട്ടാഞ്ഞിട്ടാണോ? പെൺകുഞ്ഞുങ്ങളെ കിട്ടാൻ ആത്മഹത്യ ചെയ്യുന്നത്? ഈ ആവശ്യമില്ലാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുമാതിരി വല്ലാത്ത വർത്തമാനം പറയുന്നത്. ഞാൻ ശാരികയെ പോലില്ല. ശാരിക ഫാക്ട് പറയുകയാണെങ്കിൽ, സെൻസിബിൾ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. സുഖം പരമസുഖം അത്ര തന്നെ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിൽ ഞാൻ ശാരിക, ഞാൻ അനുപ്രിയ. വിഷയം എടുക്കട്ടെ. Are men silent sufferers in this modern world? തീർച്ചയായിട്ടും ആണുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ചിരിപ്പിക്കാനായിട്ട് ഓരോ സബ്ജക്റ്റ് കൊണ്ടുവരും. അല്ല, ഇതിപ്പം ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നത് ഞാനല്ല, പ്രൊഡ്യൂസറാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ആണുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ സ്ത്രീകൾ ഇനിയും മുന്നേറണമെന്നുണ്ട്. സാമ്പത്തികമായിട്ടും ഇമോഷണലായിട്ടും സ്ത്രീകൾ മുന്നേറണം. അവിടെ പുരുഷൻ എവിടെ കഷ്ടപ്പാട്? സ്ത്രീയല്ലേ കഷ്ടപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പുരുഷൻ എവിടെ കഷ്ടപ്പാട്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ നമ്മളൊരു കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ ബർഡൻ മുഴുവൻ ഇപ്പോഴും പുരുഷന്മാരുടെ തലയിൽ തന്നെയാണ്. നിങ്ങൾ തന്നെ വല്ല മറ്റേ ഈ 16-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? 16-ാം നൂറ്റാണ്ട് തൊട്ടേ സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതൊന്നും ഇന്ന് പുറത്തറിഞ്ഞില്ലെന്ന് മാത്രം. അന്നത്തെ കാലത്ത് ഇന്നും സ്ത്രീകളാണ് ഈ പറയുന്ന പോലെ കഷ്ടപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപ്. ഇന്ന് സ്ത്രീകൾക്കാണ് കഷ്ടപ്പാടും ബേർഡനും സ്ട്രെസ്സും ഒക്കെ. പുരുഷൻ എവിടെയാ? പുരുഷൻ കാലും കയറ്റി പത്രം വായിച്ച് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഇരുന്നാൽ പോരെ, മാസം ശമ്പളം കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ്. എവിടെയാ പുരുഷൻ കഷ്ടപ്പെടുന്നത്? പുരുഷന് ഒരു കഷ്ടപ്പാടും ഇല്ല. സുഖം, സസുഖം, പരമസുഖം അത്ര തന്നെ. ഈ സ്ത്രീകൾ കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ കല്യാണ സമയത്ത് ഈ ഒരു ആൺകുട്ടിയും ആ ഒരു കുടുംബത്തിൽ ഒരു ആങ്ങളെയും 3 പെങ്ങന്മാരും ഉണ്ടെങ്കിൽ ഈ 3 പെങ്ങന്മാരെയും കെട്ടിച്ചയക്കേണ്ട ബാധ്യത മുഴുവനും ഈ ആണുങ്ങളെ തലയിലാണ്. അങ്ങനെ എനിക്കൊരു ആങ്ങളെ ഉണ്ടല്ലോ, എന്നിട്ട് അവനല്ലല്ലോ എന്നെ കെട്ടിച്ചുവിട്ടത്, എൻ്റെ അച്ഛനെ എന്നെ കെട്ടിച്ചുവിട്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമ്മയും അച്ഛനും കൂടെ ചേർന്നാണ് കെട്ടിച്ചത്. അമ്മയുടെ ഈ പറയുന്ന പോലെ അമ്മയുടെ കയ്യിലിരിക്കുന്ന അമ്മയുടെ വീട്ടുകാർ കൊടുത്ത സംഭവങ്ങൾ, അല്ല അമ്മയ്ക്ക് ജോലി, അമ്മയുടെ സംഭവങ്ങളോട് ഈക്വൽ ഷെയർ ഇട്ട് ഒരു വീട് വെക്കുന്നു. അതിനുശേഷം അമ്മയുടെ കാര്യങ്ങൾ, മക്കളെ വളർത്തുന്നു, അച്ഛൻ പുറത്തു പോയി കഷ്ടപ്പെടുന്നു. രണ്ടുപേർക്കും ഈക്വൽ പാർട്ട്ണർഷിപ്പ് അല്ലേ അതിനകത്തുള്ളത്. അങ്ങനെ ആണുങ്ങൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിടുന്നത്? ഞാൻ പറയട്ടെ, ഈ അച്ഛനെന്ന് പറയുന്ന ഒരാണല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞ, അച്ഛനും അമ്മയും കൂടെ ചേർന്ന്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഓക്കെ ശാരികയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ പത്രത്തിൽ ഒരു ദിവസം വായിച്ചതാണ്, ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്? ഏത് പത്രത്തിലാണ് ആ വാർത്ത വന്നത്? താങ്കൾ എവിടെയാണ് അത് കണ്ടത്? ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ പണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ പണ്ടായ ചോദ്യം, മോഡേൺ കാലത്തിൽ പുരുഷൻ സഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ പണ്ട് കാലത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ മോഡേൺ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമൊന്നും അല്ല കേട്ടോ. 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ച ആ പയ്യൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കടം കയറി ആത്മഹത്യ ചെയ്താണ്. കാരണം ആ പയ്യന്റെ പെങ്ങളെ കെട്ടിച്ചയച്ചപ്പോൾ, അതുപോലെ തന്നെ ഇത്ര പവൻ സ്വർണം കൊടുത്ത് കെട്ടിച്ചയച്ചപ്പോൾ അവൻ കഷ്ടപ്പാടായി, കടം കയറി, അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ്. പലപ്പോഴും പല കുടുംബങ്ങളും ഈ ഫിനാൻഷ്യൽ ബർഡൻ മുഴുവൻ ആണുങ്ങളുടെ തലയിലോട്ടായിരിക്കും. അത് സൊസൈറ്റി എല്ലാം ഫോഴ്സ്ഫുള്ളി ആണുങ്ങളുടെ തലയിലോട്ട് എടുത്ത് വെക്കുന്നതാണ്. പലപ്പോഴും ഈ പെൺകുട്ടികൾ, ഇപ്പോഴും എനിക്കറിയാവുന്ന പല പെൺകുട്ടികളും പഠിച്ചിട്ടും ജോലിക്ക് പോകാൻ ഇഷ്ടമല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പല പെൺകുട്ടികളെയും എനിക്ക് പേഴ്സണലി നല്ലോണം അറിയാം. ഈ ആണുങ്ങളുടെ കാശ് മുഴുവൻ അനാവശ്യമായിട്ട് ഷോപ്പിങ്ങിന് പോയി കുറെ കാശ് വാങ്ങിച്ച് അത് പുട്ടടിച്ച് അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിനൊരു നാണക്കേടാണ്. നിങ്ങളൊരു ആങ്കർ അല്ലേ? നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ അങ്ങനെയാണ്. ഈ പറയുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളെ ഇറങ്ങുമ്പോൾ കയറി അടിക്കും.
ആരാണ് ഇന്ന് ഏത് സ്ത്രീ ഇന്ന് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്ക് വളരെ പ്രായമായ ഒരു സ്ത്രീ, ഞാൻ അവരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവർ സാധനങ്ങൾ ജോലി കഴിഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അവർ സാധനങ്ങളൊക്കെ മേടിച്ച് കുട്ടികളുടെ പ്രായം കൂടിയൊന്നും ഒരു 60-65 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അത്രയും പ്രായമുള്ള സ്ത്രീ പോലും വർക്ക് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കുന്നത് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നില്ലെന്ന്? അവർ വല്ലതും പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരിരുന്ന് നെറ്റിലോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത്. എന്തായാലും അവർ പഠിച്ചിറങ്ങിയ കാലം തൊട്ട് ഇന്ന് പെൺകുട്ടികൾ സെൽഫ്ലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. അവരുടെ സ്വപ്നങ്ങളിലും ദുസ്വപ്നങ്ങളിലും അത് മാത്രമേ ഉള്ളൂ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് പെണ്ണുങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പോയ കാലഘട്ടങ്ങൾ ഓരോ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോഴും സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് പുരുഷന് കഷ്ടപ്പാട്? വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചില പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്കത്. അതാണ് ഞാൻ ശാരീരികടുത്തും പറഞ്ഞത്. നമ്മൾ ഭൂരിഭാഗത്തെ കുറിച്ച് സംസാരിക്കും. ഭൂരിഭാഗം പെൺകുട്ടികളും കഷ്ടപ്പെടുന്നവരല്ലേ? കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ കഷ്ടപ്പെടും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മന്ത്ലി ഇൻകം കിട്ടുന്നത് മാത്രമാണ് ജോബ് എന്ന്. ഒരിക്കലും പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ആണുങ്ങളും കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഭർത്താവിന്റെ പൈസ കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച്. ഭർത്താവിന്റെ അല്ല, ആണുങ്ങളുടെ പൈസ കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുന്നു, ആണുങ്ങളുടെ കാശ് ഷോപ്പിങ്ങിന് പോകുന്നു. അവരെന്തിനാണ് ഷോപ്പിങ്ങിന് പോകുന്നത്? അതുപോലുള്ള പട്ടിപ്പണി ഇട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആണ്ടിനോ പൂപ്പിനോ വല്ല പൈസയും കൊടുത്ത് വിടുന്നതായിരിക്കും ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പുച്ഛത്തോടുകൂടി പറയാൻ സാധിക്കുക? അങ്ങനെ ആ രീതിയിൽ കുടുംബത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാതെ സാമ്പത്തിക ചൂഷണം, പുരുഷന്റെ സാമ്പത്തിക ചൂഷണം മാത്രം ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പുരുഷൻ എന്നിട്ട് അവരെ ഒന്നും ചൂഷണം ചെയ്യുന്നില്ലേ? പുരുഷനെ പ്രതിമയായിട്ട് ബുദ്ധപ്രതിമയായിട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണോ വീട്ടില്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയുമ്പോൾ രണ്ടു വശം പറയൂ. അത് രണ്ടു വശം പറയാനായിട്ട് ശാരിക സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് തന്നെ പോരാ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് അല്ല, അതാണ് കാര്യം. പരാജയം സമ്മതിക്കൂ. അല്ല, നിങ്ങൾ ഈ ഓവർലാപ്പ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ശാരിക പറയുന്നതും കേൾക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നതും കേൾക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം, അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അല്ല, ശാരിക പറഞ്ഞില്ല ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക എന്നുള്ളതാണ്. ശാരികയ്ക്ക് വേണ്ടത് തർക്കം. ഷോ എന്താണെന്ന് മനസ്സിലാക്കും. അവിടെ തർക്കങ്ങൾ വരും, അല്ലാതെ നമ്മൾ പരസ്പരം കൈകോർത്ത് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് പരിപ്പോടെ കഴിച്ചു പോകാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. തർക്കം ഉണ്ടാവുന്നത് പ്രൊഡക്റ്റ് നമ്മളെ നിയമസഭയിൽ തർക്കം കാണാറുണ്ട്. ഈ തർക്കം, നമ്മളൊരു തർക്കം ഉണ്ടാവുമ്പോൾ അവിടെ അടിയും തടയും നടക്കുന്നു. അപ്പോഴല്ലേ പിന്നെ നമ്മുടെ നിസ്സാര ഒരു ശനിദശ. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു വേണം നമ്മൾ സംസാരിക്കാൻ. സംവാദം എന്ന് പറഞ്ഞ ഈ ബഹളം വെക്കുക, ഒച്ച വെക്കുക, നിങ്ങളൊന്ന് പറഞ്ഞു തരണം. സംവാദത്തിൽ ബഹളമില്ലാത്തൊരു സംവാദം കാണിച്ചു തരണം കേട്ടോ. മൗനത്തിൽ മാത്രം നടക്കുന്ന ഏതെങ്കിലും ഒരു സംവാദത്തിന്റെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരണേ. അല്ലാതെ തൊട്ടടുത്തിരിക്കുന്നവനെ പ്രൊവോക്ക് ചെയ്ത് ഈ ഒരു സംവാദം ഒരു പ്രശ്നം ഉണ്ടാക്കാന്നുള്ള പ്രശ്നമല്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നതാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്റെ ഉത്തരം പറയാൻ അനുവദിച്ചാലല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പറയത്തില്ല. നിങ്ങൾ ഇങ്ങനെ മറ്റേ മൂക്കിന്റെ ചുറ്റിപ്പിടിച്ച് നിങ്ങൾ ആ സബ്ജക്ട് മാറി മാറി മാറി. ശാരിക പറഞ്ഞല്ലോ, ശാരിക വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ സ്പീഡിലല്ല സംസാരിക്കുന്നത്, അത്യാവശ്യം സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഞാൻ സ്പീഡിലല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ തീരുമാനിക്കും. ഞാൻ ചിന്തിച്ച കന്യാകുമാരിലേക്ക് പോയിരിക്കുക, ഞാൻ ചിന്തിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് ശാരികയല്ല തീരുമാനിക്കുക. അയ്യോ, അത് ഞാൻ തീരുമാനിക്കാൻ ആളല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സംസാരിക്കും. അതിനെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ശാരിക പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. നിൽക്കാതെ നിങ്ങൾ അതിനെ കുറിച്ച് പറയാതെ നിങ്ങൾ വേറെ വിഷയം സംസാരിക്കുന്നതിനിടയ്ക്ക് രീതിയിലാണ് ശാരിക സംസാരിക്കുന്നത്. ഞാൻ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ശാരിക പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ശാരികയുടെ പെരുമാറ്റം. നമ്മൾ എന്റെ കുറ്റമല്ല, ഞാൻ പ്രൊവോക്ഡ് ആകുന്നില്ലല്ലോ. പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഇതാണ് മാത്രമല്ല കാമെന്ന് പറഞ്ഞത്, അത് മനസ്സിലാക്കൂ. അതെ അതെ അതെ, ഇതാണോ കാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാമിന് പല പല തലങ്ങളും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ പറയാം. അതായത് പല രീതിയിലും ഈ സാമ്പത്തിക ബാധ്യത പുരുഷന്റെ തലയിലാണ്. എനിക്ക് പുരുഷൻ എങ്ങനെയാണ് സ്ത്രീ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സ്ത്രീ ചൂഷണം ചെയ്യുന്നുണ്ട്. പല വീടുകളിലും പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നു. പുരുഷനേക്കാളും മാക്സിമം ചൂഷണം ചെയ്യുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് പേഴ്സണലി അറിയാമെന്ന് പറയുന്നു. ശരി, ആയിക്കോട്ടെ. എന്ത് തരത്തിലുള്ള ചൂഷണമാണ് അവർ ചെയ്യുന്നത്? അപ്പൊ തിരിച്ച് ഞാൻ അവിടെയാണ് ചോദിച്ചപ്പോഴാണ് വേറെ വഴിയിലേക്ക് സാമ്പത്തികമായി ചൂഷണം ചെയ്യുമ്പോൾ അവിടെ സ്ത്രീ വെറുതെ ഇരുന്ന് അങ്ങ് പൈസ വീശി അങ്ങ് എറിയുവാണ്. നീ എടുത്തോടി 1000-10,000 ഒക്കെ എടുത്തോടി എന്ന് പറഞ്ഞു പോകുന്ന അത്ര പാവമാണോ ഈ പുരുഷൻ എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ, ഈ പുരുഷന്മാര് മുഴുവൻ അധമന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ശാരിക പറയുന്നത് വെച്ചാൽ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ സെറ്റിയിലിരുന്ന് രാജാക്കന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. പുരുഷന്മാരും അങ്ങനെ 70% പുരുഷന്മാരും അങ്ങനെ തന്നെ ഇപ്പോഴും സ്റ്റിൽ 60 പോട്ടെ, 70 വിട്ടേക്ക്, 60% പുരുഷന്മാർ ഇന്നും അങ്ങനെ തന്നെയാ. സെറ്റിലിരുന്ന് ചായ കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. ബാക്കിയൊരു 40% ന്യൂ ജനറേഷൻ ആകുമ്പോഴായി ചിലപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് പാർട്ണറുമായിട്ട് ചിലപ്പോൾ എന്താണ് കോഫിയോ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ അവരും പലതും ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു പുരുഷനും സ്ത്രീക്ക് ധാരാളമായിട്ട് പൈസ
കൊടുക്കുന്നില്ല. അവന്റെ അടിവസ്ത്രം തൊട്ട് അവന്റെ വീട്ടിലെ കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവന്റെ അച്ഛനെ അമ്മയെ നോക്കുകയും അവന്റെ മക്കളെ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെടുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അല്ലാതെ ഒരു പുരുഷനും വെറുതെ സ്നേഹം മാത്രം തോന്നിയിട്ട് ഇവൻ ഭാര്യയായാലും കാമുകിയായാലും സ്ത്രീയാണോ എന്നും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പുരുഷനെ ആരും ചൂഷണം ചെയ്യാറില്ല. അതൊക്കെ നിങ്ങൾ വലിയേട്ടൻ സിനിമയുടെ സ്റ്റോറിയായി പറയുന്നത്. വലിയേട്ടനല്ല, ഏതൊരു സീരിയൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വലിയേട്ടൻ സിനിമയിൽ. അതിന് മുമ്പ് മമ്മൂക്കയുടെ ഒരു സീരിയൽ ഇറങ്ങി, ഞാൻ പേര് ഓർക്കുന്നില്ല. അദ്ദേഹം വന്ന് ആ കുടുംബത്തിന്റെ വലിയേട്ടനായിരുന്നു. അദ്ദേഹം കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഗീതയായിരുന്നു നായിക. എനിക്ക് തോന്നുന്നു വാത്സല്യം. യെസ്, വാത്സല്യത്തിലെ കഥ എവിടെ പറയുന്നത് നിങ്ങൾ? ഞാൻ വാത്സല്യത്തിലെ കഥയൊന്നുമല്ല പറയുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ അണ്ടർവെയർ വരെ അലക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പലപ്പോഴും ഈ മോഡേൺ യുഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഏത് സ്ത്രീകളാണ് ഭർത്താവിന്റെ അണ്ടർവെയർ അലക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് 30% ആണുങ്ങളെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. ബാക്കി 60% ഈ പറയപ്പെടുന്ന അവര് ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്നല്ലോ. അവിടെയും സ്ത്രീ ഈ പറയപ്പെടുന്ന പോലെ അവളുടെ ശമ്പളത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള പല കാര്യങ്ങളോ ബാക്കി ഹ്യൂമൻസ് അത് ചെയ്യുന്നുണ്ട്. അമ്മമാരെ ജോലി ഇല്ലാത്തവർ ചെയ്തെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ പണികൾ മുഴുവൻ യന്ത്രത്തെ പോലെ കടന്ന് ചെയ്യും. ഒരു പക്ഷേ ഒരു വർക്കിംഗ് വുമൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കലോറിയും ഈ കൂടുതൽ എഫേർട്ടും സ്ട്രെസ്സും അവർ അനുഭവിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പാത്രം പറയുന്നത് ഈ ആധുനിക യുഗത്തിൽ ഒരു പുരുഷൻ പോലും കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല എന്നാണോ ശാരിക പറഞ്ഞത്? ശാരിക അങ്ങനെയാണോ പറയുന്നത്? എത്ര പുരുഷന്മാർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു അറിയാമോ ശാരികയ്ക്ക്? 1000 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. ആര് പറഞ്ഞു? സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പെൺകുഞ്ഞുങ്ങളെ കിട്ടാഞ്ഞിട്ടാണോ? പെൺകുഞ്ഞുങ്ങളെ കിട്ടാൻ ആത്മഹത്യ ചെയ്യുന്നത്? കണ്ട ഇതുപോലുള്ള ഒരു ചോദ്യങ്ങളുണ്ടല്ലോ ശാരിക. ഇതുപോലുള്ള റെസ്പെക്ട് ഇല്ലാതെ ഞാൻ എന്തോ വലിയ സംഭവമാണ്, തൊട്ടടുത്തിരിക്കുന്നവൻ എന്നെ കാട്ടിയും എന്തോ ഒരു വില കുറഞ്ഞ ആളാണെന്ന രീതിയിലുള്ള ശാരികയുടെ ഈ ചേഷ്ടകളുണ്ടല്ലോ. എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയില്ല. എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒരു വൈരാഗ്യം. ഞാൻ അതിനാണ് നിങ്ങളെ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. എല്ലാ ഗസ്റ്റിനോടും എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. നിങ്ങൾ വളരെ ഇറിറ്റേറ്റഡ് ആവുന്നു. നിങ്ങൾക്ക് വെള്ളം വേണോ കുടിക്കാൻ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് വെള്ളം വേണമെങ്കിൽ എനിക്ക് ഞാൻ എടുത്ത് കുടിച്ചോളാം. അതിനിപ്പോ ശാരിക തരേണ്ട ആവശ്യമില്ല. ഈ ആവശ്യമില്ലാതെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കപ്പം ഒരുമാതിരി വല്ലാത്ത വർത്തമാനം പറയുന്നത്. പ്രോഗ്രാം പ്രൊഡ്യൂസറെ വിളിച്ചേ പുള്ളി ഇവരെന്താ ഇവിടെ നിന്ന് എനിക്ക് അപ്പൂനെ വിളിച്ച കുറെ നേരമായി കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം ഇടയ്ക്ക് കയറി സംസാരിക്കാന്ന് വെച്ചാൽ എന്താണ്? പിന്നെ പ്രൊവോക്ക് ചെയ്ത് എന്ത് ഷോ? അപ്പൊ പേര് നിങ്ങൾക്ക് കാര്യം അറിയണോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാണ് പോയിന്റിൽ വരാൻ പറ്റാറില്ല ഇവർക്ക്. ഇവർ മിക്കപ്പോഴും പോയിന്റ് ഞാനൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. അപ്പം അതിന്റെ ഇടയ്ക്ക് കയറി ഒരുമാതിരി അനാവശ്യമായിട്ടുള്ള ഡയലോഗ് പറയുന്നത് എന്താ അപ്പു? ഇതൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഷോയെ കുറിച്ച് അറിയാത്ത ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ഇനി വിളിക്കല്ലേ അപ്പൂസെ, ദേവി. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഷോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ അട്ടഹാസവും ബഹളവും ഒച്ചയും മാത്രം മതിയോ ഈ ഷോയില്? അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണം. നിങ്ങൾ തിരിച്ച് മറുപടി പറയും. എവിടെയാണ് പുരുഷന്മാർ ചൂഷണം അനുഭവിക്കുന്നതെന്ന് പറയും. എവിടെയാണ് അവർ കരഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ കൊറോണ മരിച്ചെന്ന. എന്തിനു മരിച്ചു? ആര് മരിച്ചു? നിങ്ങൾ ഈ ലോകത്ത് സ്ത്രീ മാത്രമല്ല, സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാണ് ഈ ലോകം എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാണ് ലോകം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ബർഡൻ മുഴുവൻ പുരുഷന്മാരാണ്. റിസർവ് ബാങ്ക് അല്ലേ ഫിനാൻഷ്യൽ ബർഡൻ ഈ ഫിനാൻഷ്യൽ ബർഡൻ കാരണം പല പുരുഷന്മാരും കഷ്ടപ്പെടുന്നുണ്ട്. പുരുഷന്മാരുടെ അതായത് നമ്മളെ സമൂഹത്തിൽ ഇക്വാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് കുറഞ്ഞേനെ. പക്ഷെ അങ്ങനെയല്ല. പുരുഷ സമൂഹം, പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് ഇതിനെ എല്ലാ സ്ത്രീകളെ എന്നും ചവിട്ടിത്താട്ടിക്കൊണ്ടിരിക്കുന്നത്. തനിയെ ഫൈറ്റ് ചെയ്ത് കയറുവാണ്. ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയില്ല. ഞാൻ താമസിക്കുന്നത് ഇതാണ് ശാരിക ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം പറയപ്പോ അതിന് പെരിഫറൽ ആയിട്ടല്ലേ എടുക്കാൻ. നിങ്ങൾ എന്തോന്ന് ഈ ഉത്തരമുട്ട എന്ന് പറയുന്നത്? നമ്മളെ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു പുരുഷ കേന്ദ്രിത സൊസൈറ്റി തന്നെയാണ്. ആ പുരുഷ കേന്ദ്രിത ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പുരുഷ കേന്ദ്രിത സൊസൈറ്റി നിന്നുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ വളരെയധികം വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും പിന്നാക്കം പോയത്. അവര് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ഇതേപോലെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. സ്ത്രീകൾ
മുന്നോട്ട് സ്ത്രീകൾ വരണം. fight ഇവിടെ ചെയ്താണ് ഇതൊക്കെ മേടിച്ചത്. സ്ത്രീയും പുരുഷൻ പുരുഷനും എന്ത് fight ചെയ്തു? സാമ്പത്തികമായിട്ട് ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീയുടെയും പുരുഷന്റെയും സഫറിങ്സ് തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സഫറിങ്സ്, സ്ത്രീ ഇതേപോലെ വീട്ടിനുള്ളിൽ ഇരുന്ന് സഫർ ചെയ്യും, പുരുഷൻ കാശുണ്ടാക്കാൻ വേണ്ടി കിടന്ന് സഫർ ചെയ്യും. സ്ത്രീയും പുരുഷനും ഈക്വൽ ആയിട്ട് അവർക്ക് സമൂഹത്തിൽ ജോലി ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കാനും സ്ത്രീയെ നിങ്ങൾ പറയുന്ന പോലെ സ്ത്രീ എന്തെങ്കിലും ജോലി ചെയ്താൽ പോലെ സാമ്പത്തികമായിട്ട് അവന്റെ വായിലോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീയല്ലേ, അവന്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുന്ന സ്ത്രീ, വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുന്ന സ്ത്രീയല്ലേ. എത്ര വീട്ടിലുണ്ട് വേലക്കാരികൾ? ഇതൊന്നും പുരുഷന് കയ്യിൽ നിന്ന് കാശ് മുടക്കാൻ കഴിയത്തില്ല. അതിന് പകരം അവർ കണ്ടിരിക്കുന്ന അമ്മയോ ഭാര്യയോ ഒക്കെയാണ് കണ്ടുവച്ചിരിക്കുന്നത്. അത് ശാരിക പറഞ്ഞ വാസ്തവം തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ ശാരികയെ പോലില്ല. ശാരിക ഫാക്ട് പറയുകയാണെങ്കിൽ, സെൻസിബിൾ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും. അതിലെനിക്ക് ശാരികയെ പോലുള്ള അനാവശ്യമായ ഈഗോ എനിക്കില്ല. അതെ, അത് മറ്റുള്ളവര് ശാരികയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നവര് പറയുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ശാരികയുടെ ലക്ഷ്യം. പക്ഷെ അതല്ല, അതെന്ത് കഴിവാണ്? അതൊക്കെ ഇങ്ങനെ കഴിവാണ്, അതൊരു സ്കില്ലാണോ? അത് സ്കില്ലല്ല. തൊട്ടപ്പുറത്തിരിക്കുന്നവന് പറയുന്നത് എന്താണെന്ന് കേൾക്കാതെ അതിനെ അങ്ങ് കണ്ണു അടച്ച് എതിർക്കുക. ശാരിക പറയുന്നത് സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, വെള്ളം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം. ഞാൻ പറയട്ടെ, ശാരിക ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം സെൻസിബിൾ ആയിട്ട് പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ ശാരിക്ക് സെൻസിബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ശാരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ട, അത് ശാരികയുടെ ഇഷ്ടം. പക്ഷെ ശാരിക ഒരു കാര്യം സെൻസിബിൾ ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ശാരിക ഞാൻ സെൻസിബിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ശാരിക ഒരു കാര്യം മനസ്സിലാക്കണം. ശാരിക ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിന്റെ ഇടയ്ക്ക് കയറി അനാവശ്യമായിട്ടുള്ള ഡയലോഗുകൾ എടുത്ത് അതിനൊക്കെ ഡയലോഗ് എടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ഇതിനുള്ള ഒരു കഴിവില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ പ്രോഗ്രാം എന്റെ ഒപ്പം ഇടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി നിൽക്കില്ല, അത് നിങ്ങൾ സമ്മതിക്കുക. അല്ലെങ്കിൽ അറിവില്ല. ഞാൻ ശാരിക ഇടിക്കാനും തൊഴിക്കാനും ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറയാനല്ലോ, എന്റെ അഭിപ്രായം ശാരികയാണല്ലോ ഇടിച്ചിടിച്ച് നിൽക്കാന്നുള്ളത്. ഞാൻ ശാരിക ഇടിക്കാനും തൊടിക്കാനും അല്ല വന്നത്. നിർത്താം. ഓക്കെ.